ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. 2024 PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 013/2024 കോഡ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും ഇതുപോലൊരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ശ്രീ യു ഷറഫ് അലി ആണ്. 2, ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഷെയ്പ്പാണ് ഉൾപ്പെടാത്തത്. ചന്ദ്രയാൻ 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചന്ദ്രയാൻ 3 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 4, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ് 1.25 കോടി മലയാളികൾ. 5, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? നിഴലുറങ്ങുന്ന വഴികൾ. എഴുത്തച്ഛൻ പുരസ്കാരമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. 6, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ലാൻഡ് ചെയ്ത ദിവസമായ ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 7, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവനാണ്. 8, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 9, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. 10, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. അത് ശരിയല്ലേ? വെണ്ണീജ ഭരണം എന്ന് വിളിച്ചിട്ടുണ്ട്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്, സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഉണ്ടോ? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ശരിയല്ലേ? അതെ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉൾപ്പെടാത്തത്? 3 മാത്രം. ഓപ്ഷൻ എ ആണ്. 3 മാത്രം ഉൾപ്പെടുന്നില്ല. 11, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരിയാണ്. 12, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കേരളത്തിൻ്റെ തീരമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. കേരളം ഉൾപ്പെടുന്ന തീരസമതലമാണ്. അപ്പോൾ ഇവിടെ കായലുകളും അഴിമുഖങ്ങളും ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇവിടെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. അത് തെറ്റാണ്. താരതമ്യേന വീതി കൂടുതൽ. ഇവിടെ വീതി കുറവാണ്. പൂർവ്വതീരത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വീതി കുറവാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ശരിയാണ്, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉമാണ് തെറ്റ്. 13, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ എപ്പോഴാണ് റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്? 1853 1853 റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. 15, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്
റൂർക്കേലയാണ് ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 16. കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 17. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏതാണ്? ദേശീയ ജലപാത 3, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 20. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? പുനഃസ്ഥാപന ശേഷിയുണ്ട്. ശരിയാണ്. ചിലവ് കുറവാണ്. അതും ശരിയാണ്. ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. ശുഷ്കമാവുന്നില്ല, കുറയുന്നില്ല. ഇപ്പോൾ സൗരോർജ്ജമാണെങ്കിലും അത് കുറയുന്നില്ല, നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതും ശരിയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. 21. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A-യിലാണ്. 21A-യിലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി കൊടുത്തിരിക്കുന്നത്. 22. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 23. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ആരാണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത്? രവീന്ദ്രനാഥ് ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചത്. 24. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത സമ്മേളനത്തിലാണ്. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. 25. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? നീളം ഈസ്റ്റു വീതി എത്രയാണ്? 3:2 ആണ്. 3:2 ആണ് അനുപാതം. 26. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? എപ്പോഴാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ്. 27. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്ന ഡേറ്റും വിവരാവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റും സെയിം ആണ്. വർഷം വ്യത്യാസമുണ്ട്, പക്ഷേ ഡേറ്റ് രണ്ടും ഒക്ടോബർ 12 തന്നെയാണ്. 28. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 ആണ്. 29. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. 30. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇതിലേതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം? കടുവയാണ്. കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 31. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഇതിലേതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് അവസാനത്തേത്. 32. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആരാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? രാമനമ്പിയാണ്. 33. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. 34. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ 2023 G20 നടന്നത് ഇന്ത്യയിലാണ്, 2024 അത് ബ്രസീലിലാണ് നടക്കുന്നത്. 35. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല.
വിശ്വഭാരതി സർവകലാശാലയാണ്. 36 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 37 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ആരാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്? ദാദാബായ് നെഹ്റുജിയാണ്. 38 സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? അലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം എഴുതിയത് അലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. 39 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. 40 ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര് എന്താണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് 1919. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 42 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? പി.ടി. ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി.ടി. ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017. 2017 കൊച്ചി മെട്രോ നിലവിൽ വരുന്നത്. 44 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് എങ്ങോട്ട്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. 45 പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ അഴിമുഖത്താണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. 47 കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. 48 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. 49 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായലാണ്. 50 കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 51 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 52 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറത്താണ് 1888 ശിവപ്രതിഷ്ഠ നടത്തിയത്. 53 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 54 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? 1924. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ധീരവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഏത് സമുദായത്തിന് വേണ്ടിയാണ്? ധീരവ സമുദായത്തിന് വേണ്ടിയാണ്. 56 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽപാതയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. 57 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പനാണ്.
കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 58. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. 59. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? പാരീസ്. 60. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. 61ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. ഇവിടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്നാണ് ചോദ്യത്തിലുള്ളത്. അവിടെ അതിന് പകരം ആസിഡ് എന്നായിരുന്നെങ്കിൽ ലാക്റ്റിക് ആസിഡ് എന്ന് ഉത്തരം എഴുതാമായിരുന്നു. പക്ഷേ അവിടെ ബാക്ടീരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്യാൻസൽ ചെയ്തതാണ്. 62. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. ശരിയാണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ജീവകം A. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം E. അതും ശരിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. രക്തം കട്ട പിടിക്കാൻ ജീവകം K. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം B ആണ്. അത് തെറ്റാണ്. ജീവകം C ആണ് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? 4 മാത്രം. 63. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? പകരുന്നത്? സമ്പർക്കം മുഖേനയാണ് പകരുന്നത്. 64. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ്. 65. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ്. 66. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനം. 67. വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണയാണ് വനവിഭവമല്ലാത്തത്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. 69ാമത്തെ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തതാണ്. 70. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. 71. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? സൗരയൂഥ മാതൃക റൂദർഫോർഡിൻ്റെ സംഭാവനയാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 74. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ജ്വലനത്തിന് ഓക്സിജൻ സഹായിക്കുന്നുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. അത് ശരിയാണ്. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതും ഓക്സിജനാണ്. അതും ശരിയാണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. 75. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? കാർമോയിസിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. 76. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണചലനം. 77. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 78. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അതിന് പറയുന്ന പേരാണ് അപവർത്തനം.
അപവർത്തനം. 79 ചുവടെ നൽകിയിട്ടുള്ളവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചാലനം താപപ്രേഷണമാണ്, സംവഹനം താപപ്രേഷണമാണ്, വികിരണവും താപപ്രേഷണമാണ്. ബാഷ്പീകരണം താപപ്രേഷണമല്ല. 80 പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ഇതിലേതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം? 1ഉം 2ഉമാണ്. കാറ്റ്, തിരമാല എന്നിവയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത ദിവസം നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.